വിവാദങ്ങൾക്കിടയിൽ UDFന്റെ നിർണായക യോഗം ആരംഭിച്ചു. ബോർഡ് കോർപ്പറേഷൻ പദവികളുടെ വിഭജനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. വിവരങ്ങളുമായി നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഇപ്പോൾ UDF നിർണായക യോഗം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയാവുക? അവന്തിക 2 മാസങ്ങൾക്ക് ശേഷം, അതായത് മന്ത്രിസഭ രൂപീകരിച്ച ശേഷമുള്ള ആദ്യ UDFന്റെ യോഗമാണ്. മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ UDFന്റെ യോഗം ചേരാനായിരുന്നില്ല. അല്പം മുമ്പ് 11:30 മണിക്കാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ യോഗം ആരംഭിച്ചത്. എല്ലാ ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവാദ വിഷയങ്ങളിൽ നയപരമായ കാര്യങ്ങളിൽ UDFനകത്ത് തീരുമാനമെടുക്കാൻ ഒരു ഉന്നതാധികാര സമിതി വേണമെന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇന്നത്തെ യോഗത്തിൽ തന്നെ ആ നിർദ്ദേശം ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന് PM ശ്രീയും ഒപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട 2 വിവാദ വിഷയങ്ങൾ. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. പക്ഷേ ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ലീഗിനടക്കം ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. പക്ഷേ പണം വാങ്ങുന്നതിന് വേണ്ടി ആ കരാറുമായി മുന്നോട്ട് പോകണം, PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന നിലപാട് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒപ്പം തന്നെ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയാതെ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ എടുത്ത നയത്തിൽ നിന്ന് ഉള്ള വ്യതിചലനമാണ് എന്ന നിലപാട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ എതിരഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. മറ്റൊന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി മന്ത്രി പോലും അറിയാതെ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. അത്തരം നയപരമായ കാര്യങ്ങൾ UDFിൽ ചർച്ച ചെയ്യണം, മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കരുത് എന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ട്. ഇത് ഘടകകക്ഷി നേതാക്കൾ യോഗത്തിൽ അറിയിക്കും. പക്ഷേ വിശദമായ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബോർഡ് കോർപ്പറേഷൻ പദവികളെ സംബന്ധിച്ച തീരുമാനം, ഒപ്പം തന്നെ ക്യാബിനറ്റ് റാങ്കോടെയുള്ള പദവികൾക്ക് വേണ്ടി MK മുനീർ, ഒപ്പം തന്നെ PJ ജോസഫ്, മാണി സി കാപ്പൻ, ഒപ്പം തന്നെ G ദേവരാജൻ എന്നീ നേതാക്കൾ കാത്തു നിൽക്കുകയാണ്. വിവിധ ഈ പറഞ്ഞ ക്യാബിനറ്റ് റാങ്കോടെയുള്ള വകുപ്പുകൾ ആർക്ക് നൽകും, ആർക്കാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ നൽകുക, വയോജന കമ്മീഷന്റെ ചെയർമാൻ ആർക്കാണ് ലഭിക്കുക, അങ്ങനെയുള്ള തർക്കം തുടരുകയാണ്. ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സമിതികൾ രൂപീകരിച്ച് പിരിയാനാണ് സാധ്യത. ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോയാൽ വലിയ തരത്തിലെ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 11:30ക്കാണ് യോഗം ആരംഭിച്ചത്. ഏകദേശം 1 മണിക്ക് ഓടുകൂടി യോഗം അവസാനിക്കും. അതിനുശേഷം 2 മണിക്ക് ശേഷം UDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം നടത്താനാണ് സാധ്യത. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കാണുന്നില്ല. അവന്തിക. ശരി, നൃപനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.